ഇന്ന് ഒരു നാച്ചുറലായിട്ട് ഉണ്ടാക്കാവുന്ന ഹെയർ ഡൈയുടെ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഇതിന് ഉപയോഗിക്കുന്നത്. വളരെ നല്ല കെമിക്കലായിട്ടുള്ള ഡൈ ഉപയോഗിച്ച് ഒരുപാട് സൈഡ് എഫക്റ്റാണ് എല്ലാവർക്കും ഉണ്ടാകുന്നത്. ഇത് നാച്ചുറലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് നമ്മുടെ മുടി കറുക്കുന്നതിന് മാത്രമല്ല മുടി വളർച്ചയ്ക്കും സഹായിക്കുന്ന നല്ലൊരു ഹെയർ ഡൈ ആണ്. നമുക്ക് എളുപ്പത്തിൽ ഇത് ഈസി ആയിട്ട് നമുക്കിത് തയ്യാറാക്കി എടുക്കാം. ഇതിന് ആവശ്യമായിട്ടുള്ളത് കരിഞ്ജീരകമാണ്. ഇത് ഞാൻ ആയുർവേദ ഷോപ്പിൽ നിന്നും വാങ്ങിച്ച കരിഞ്ജീരകമാണ്. ഇത് കരിഞ്ജീരകം അകാല നര തടയുന്നതിന് നമ്മുടെ മുടി വളർച്ചയ്ക്കും എല്ലാം സഹായിക്കുന്ന നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ കരിഞ്ജീരകം. ഈ കരിഞ്ജീരകം നമുക്ക് എടുത്ത് ആദ്യമേ കുറച്ച് കരിഞ്ജീരകം എടുക്കണം. ഇത് ഇരുമ്പ് ചട്ടിയിലാണ് ഈ കരിഞ്ജീരകത്തിൻ്റെ ഡൈ തയ്യാറാക്കുന്നത്. ഇരുമ്പ് ചട്ടിയിലാണ്. ആദ്യമേ കുറച്ച് കരിഞ്ജീരകം എടുത്ത് ചെറിയ തീയിൽ ഇത് വറുത്തെടുക്കണം. തീ കൂട്ടി വെക്കരുത്. കാരണം തീ കൂട്ടി വെച്ചാൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തീ കുറച്ച് വെച്ച് വേണം നമ്മളിത് വറുത്തെടുക്കേണ്ടത്. ചെറുതായിട്ട് ഇളക്കി കൊടുത്ത് ഇത് വറുത്തെടുക്കാം. ഈ കരിഞ്ജീരകം നമുക്ക് ഇന്നത്തെ കാലത്ത് കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ പ്രായഭേദ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു കാര്യമാണ് നര. ഇത് എങ്ങനെ ഇതിനെ പ്രതിരോധിക്കാം എന്നുള്ളതാണ്. നമുക്ക് കെമിക്കലായിട്ടുള്ള ഒരുപാട് ഷോപ്പിൽ നിന്നും ഒരുപാട് ഡൈകളും ഒരുപാട് ഷാമ്പുകളും എല്ലാം വാങ്ങിക്കാൻ കിട്ടും. പക്ഷേ അതെല്ലാം യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് സൈഡ് എഫക്റ്റാണ് ഉണ്ടാകുന്നത്. മുടി കൊഴിച്ചിൽ, മുടി ചെറിയ നരയുള്ളവർക്ക് ഇത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ നര കൂടുന്നു, മുടി കൊഴിച്ചിൽ, അങ്ങനെ ഒരുപാട് മുടി തലയിൽ ചൊറിച്ചിൽ, അങ്ങനെ ഒരുപാട് അലർജികൾ മൂലം ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കെല്ലാം വളരെ സഹായകരമായ ഒരു ഇതാണ് ഈ കരിഞ്ജീരകം വെച്ച് നമുക്ക് വീട്ടിൽ തന്നെ ഇത് തയ്യാറാക്കി എടുക്കാം. ഇത് യൂസ് ചെയ്ത് വരുമ്പോഴത്തേക്ക് അകാല നര തടയുന്നതിനും മുടി വളർച്ചയ്ക്കും എല്ലാം സഹായിക്കുന്ന ഒന്നാണ്. ഇതിപ്പോൾ വറുത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ആറാനായിട്ട് വെക്കാം. അതിനുശേഷം ഞാൻ ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ വാഴപ്പിണ്ടിയാണ്. ഇത് ഓപ്ഷണലാണ്. ഇത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇത് വാഴക്കൊല വെട്ടിയപ്പോൾ കിട്ടിയതാണ്. ഇതിൽ നിന്നും കുറച്ച് കട്ട് ചെയ്താണ് എടുക്കുന്നത്. ഇത് നമുക്ക് നിർബന്ധമില്ല ഇത് ചേർക്കണമെന്ന്. ഇതിന്ന് കിട്ടിയത് കൊണ്ട് ഞാൻ ഈ ഒരു വാഴപ്പിണ്ടി കൂടി ഇതിൽ ചേർക്കുന്നുണ്ട്. ഇത് ഞാൻ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്താണ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് ഒരു പാത്രം അടുപ്പിൽ വെച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് അതിലേക്ക് ചേർക്കൊണ്ടുള്ളതെന്ന് പറഞ്ഞാൽ തേയിലപ്പൊടിയാണ്. തേയിലപ്പൊടി ഒരു നല്ല രീതിയിൽ നമ്മൾ കടും ചായ റെഡിയാക്കുന്ന ആ ഒരു രീതിയിൽ നമ്മൾ തേയിലപ്പൊടി ചേർത്ത് കൊടുക്കണം. അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നതാണ് ഈ വാഴപ്പിണ്ടി. ഇത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇത് ചേർത്ത് കൊടുത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഇത് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് ഇതെല്ലാം കൂടെ കിടന്നൊന്ന് തിളച്ച് വെള്ളം കുറച്ച് പറ്റി ഒന്ന് തിളച്ച് വരണം. അപ്പോഴത്തേക്ക് ഇതാണ്ട നമ്മുടെ കരിഞ്ജീരകം തണുത്ത് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് ഇത് പൊടിച്ചെടുക്കാം. നല്ല ഫൈനായിട്ട് നല്ല രീതിയിൽ ഇത് പൊടിച്ചെടുക്കണം. ആ സമയത്തിന് അപ്പോഴത്തേക്ക് നമ്മുടെ തേയില വെള്ളം നല്ല രീതിയിൽ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. കരിഞ്ജീരകം ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ പൊടിച്ച് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നല്ല തരിയില്ലാതെ നല്ല രീതിയിൽ ആ ഒരു കരിഞ്ജീരകത്തിൻ്റെ ആ ഒരു എണ്ണ പോലുള്ള ആ ഒരു രീതി വരുന്ന പോലെ നമ്മളങ്ങ് പൊടിച്ചെടുക്കണം. അപ്പോഴത്തേക്ക് നമ്മുടെ ഈ വാഴപ്പിണ്ടിയൊക്കെ ആ വെള്ളത്തിൽ കിടന്ന് ഈ ഒരു രീതിയിൽ വെള്ളം പറ്റി വന്നിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു രീതിയിലാവുമ്പോഴത്തേക്ക് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് ഈ ഒരു ഇത് ഈ തേയിലയുടെ ഈ ഒരു വെള്ളം നമ്മൾ കരിഞ്ജീരകം വറുത്ത് ആ ചട്ടിയിൽ തന്നെ ഒന്ന് അരിച്ച് നമുക്കൊന്ന് ഒഴിക്കണം. ഇത് അരിച്ച് ഈ ഒരു വെള്ളത്തിലാണ് നമ്മൾ ഈ ഒരു ഡൈ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോഴത്തേക്ക് ഇത് അരിച്ചെടുത്തപ്പോഴത്തേക്ക് ഇത്രയും തേയിലയുടെ ആ ഒരു വെള്ളമാണ് കിട്ടിയിരിക്കുന്നത്. ഈ വെള്ളത്തിലേക്ക് നമ്മൾ നന്നായിട്ട് പൊടിച്ചെടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു കരിഞ്ജീരകം ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് നന്നായിട്ട് ഈ കരിഞ്ജീരകം ഈ വെള്ളത്തിൽ നമുക്ക് യോജിപ്പിച്ച് കൊടുക്കണം. ഒരു സ്പൂൺ വെച്ച് നല്ല രീതിയിൽ ഇളക്കി തരിയൊന്നുമില്ലാതെ ഇളക്കി ഇതിലേക്ക് യോജിപ്പിച്ച് ഇത് തിളച്ച് പറ്റി കുറുക്കിയെടുക്കണം. നമുക്ക് ഡൈ എങ്ങനെ ഉപയോഗിക്കുന്നതെന്നുള്ള ആ ഒരു രീതി ഉണ്ടല്ലേ, ആ ഒരു ഡൈയുടെ ആ ഒരു രീതിയിലാക്കി നമ്മൾ ഈ ഒരു വെള്ളം വറ്റിച്ച് ഇത് ഈ വെള്ളത്തിൽ കിടന്ന് തിളച്ച് ആ ഒരു രീതിയിൽ നമുക്ക് വറ്റിച്ച് എടുക്കണം. ഇപ്പോഴും നമ്മുടെ ഡൈ നല്ല രീതിയിൽ കുറുകി നല്ല കറുത്ത നിറത്തിലൊക്കെ ആ ഒരു കരിഞ്ജീരകത്തിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് ആ ഒരു കറുത്ത നിറത്തിലൊക്കെ ആയി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ആവുമ്പോഴത്തേക്ക് ആ ഒരു ഡൈയുടെ ആ ഒരു പരുവത്തിലേക്ക് വന്നെത്തിയിട്ടുണ്ട്.
ഈ ഒരു പരുവത്തിലാവുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾ ഒരു ദിവസം നമ്മളിത് തണുക്കാനായിട്ട് ഈ ഒരു ഇരുമ്പ് ചട്ടിയിൽ തന്നെ വെച്ചിരിക്കണം. അപ്പോഴത്തേക്കാണ് ഇതിന് കുറച്ചുകൂടെ നല്ലൊരു ഇത് കിട്ടുന്നത്. ഈ ഒരു രീതിയിൽ നമുക്ക് ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു ദിവസം ഇത് വെച്ചിരിക്കാം. അതിനുശേഷം ദാണ്ട ഈ ഡൈ നമുക്ക് ഈ ഒരു രീതിയിലാണ് കിട്ടിയിരിക്കുന്നത്. ഇത് വളരെ നല്ലൊരു എഫക്റ്റീവായിട്ടുള്ള കാര്യമാണ്. ഇത് നമുക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് 1 മണിക്കൂർ തലയിൽ വെച്ചിരുന്നിട്ട് നോർമൽ വാട്ടറിൽ നമുക്ക് വാഷ് ചെയ്ത് കളയാം. ഇത് നമുക്ക് വേണമെങ്കിൽ ഈ കരിഞ്ജീരകം പൊടിച്ചൊരു ടിന്നിലാക്കി വെച്ചിട്ട് ആവശ്യത്തിന് നമുക്ക് ഉപയോഗിക്കുന്ന സമയത്ത് എടുത്ത് ഇതേപോലെ മിക്സ് ചെയ്ത് നമുക്ക് ഇതേപോലെ റെഡിയാക്കി നമുക്ക് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. നല്ലൊരു കാര്യമാണ്. നമ്മൾ കെമിക്കലായിട്ടുള്ള ഡൈ ഉപയോഗിച്ച് നമ്മുടെ മുടിയൊക്കെ ഒരു വല്ലാത്തൊരു രീതിയിലാവുന്നതിനേക്കാട്ടി നല്ലത് ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾക്ക്, പഠിക്കുന്ന കുട്ടികൾക്ക്, ഹോസ്റ്റലേഴ്സിനൊക്കെ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു രീതിയിൽ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം. വളരെ നല്ലൊരു കാര്യമാണ് ഈ രീതിയിൽ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുന്നത്. കാരണം കെമിക്കൽ ഡൈ യൂസ് ചെയ്യുന്നതിൽ ഒരുപാട് പേര് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. അതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും. അപ്പോഴേ ഇനിയും ഇതേപോലുള്ള വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഓക്കെ, ബൈ ബൈ, സീ യു.